ആറാം ഭാഗത്തിലേക്ക് സ്വാഗതം. കോശി ബ്രഷ് കട്ടർ കയ്യിൽ പിടിച്ചു അവശതയോടെ മുന്നോട്ട് നടന്നു. കോശി പണി കഴിഞ്ഞുള്ള വരവാണോ? പിറകിൽ നിന്നൊരു ശബ്ദം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. ആ, ഇതാര്, വർഗീസോ? ആ, അന്ന് കരമനക്കോട്ടിലെ ജോസഫിൻ്റെ പറമ്പിൽ 2-3 സ്ഥലത്ത് പുല്ല് വെട്ടാനുണ്ടായിരുന്നു. വിയർത്തൊലിക്കുന്ന മുഖം അയാൾ തോളിൽ കിടന്ന അഴുക്ക് പിടിച്ച തോർത്തുകൊണ്ട് വിറക്കുന്ന കരങ്ങളോടെ തുടച്ചു. ഓട്ട വീണും മങ്ങലേറ്റും പഴകിയ വസ്ത്രങ്ങൾ വിയർപ്പുതിർത്ത ദേഹത്തേക്ക് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുണ്ട്. പ്രതീക്ഷയുടെ നാളങ്ങൾ അറ്റ ആ മിഴികൾ നന്നേ കുഴിഞ്ഞു പോയിട്ടുണ്ട്. എല്ലുന്തി മെലിഞ്ഞുണങ്ങിയ ആ ദേഹത്ത് ഞരമ്പുകൾ തെളിഞ്ഞ് പുറത്തേക്ക് തള്ളി നിന്നു. കോശി അവശതയൊക്കെ മറന്നു തൻ്റെ കുടുംബത്തിൻ്റെ അന്നത്തിനു വേണ്ടി പൊരുതുന്നവൻ. കുഞ്ഞുമോൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? വർഗീസ് ദുഃഖത്തോടെ കോശിയുടെ അടുത്തേക്ക് വന്നു. എന്താ പറയാ, ഒരു കുറവില്ല. ശ്വാസം പോലും നേരെ എടുക്കാൻ പാടുപെടുന്ന എൻ്റെ കൊച്ചിനെ കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ. മരുന്നൊക്കെ നേരാനേരം കൊടുക്കുന്നുണ്ട്. അല്ലേലും മരുന്നേ നിൽക്കുന്ന ദീന അല്ലല്ലോ. കോശി ബ്രഷ് കട്ടർ താഴെ വെച്ച് ഒന്ന് നെടുവീർപ്പിട്ടു. ഞാനിപ്പോൾ കോശിയെ കാണാൻ വന്നതേ നിങ്ങൾക്ക് ഗുണമുള്ളൊരു കാര്യം പറയാനാ. ഇന്നലെ എന്നെ ഏത്, കരമനക്കോട്ടിലെ ജോസഫോ? കോശിക്ക് ഉത്കണ്ഠയായി. ആ, അതന്നെ. ആവേശത്തിൽ പറയാൻ വന്നത് വീങ്ങിപ്പോയതിൻ്റെ നീരസം വർഗീസിൻ്റെ മുഖത്തുണ്ട്. ജോസഫിനൊരു മോനില്ലയോ, ഫിലിപ്പ്? അവനെ കൊണ്ട് നിന്റെ മോള് നയനയെ കെട്ടിക്കൊടുക്കുമോന്ന്? അവസാന വാചകം വർഗീസ് പതിയെയാണ് പറഞ്ഞത്. ഏത്, ആ സൂക്കേടുള്ള ചെറുക്കനോ? കോശിയുടെ പുരികക്കൊടികൾ ഉയർന്നു. അയാൾ വീണ്ടും വിയർക്കാൻ തുടങ്ങി. ഓ, എന്നാ സൂക്കേടാണെന്നാ? അത് ഈ നാട്ടുകാർ അസൂയുള്ളവർ പറഞ്ഞുണ്ടാക്കുന്നതല്ലയോ. അതിപ്പോൾ പണക്കാരെ പറ്റി ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കാൻ എല്ലാവരും കേമന്മാരാ. പിന്നെ ചെറിയൊരു ഏനക്കേട്, അതിപ്പോൾ ഈ വെയിൽ കാലം വന്നാൽ ചൂട് പിടിച്ച് തലയ്ക്ക് പെരുപ്പം കൂടുമ്പോൾ കാണിക്കുന്ന ചില അസ്വസ്ഥതകൾ. അതിന് മരുന്നും കുടിക്കുന്നുണ്ട്. ഭ്രാന്തിന് എത്ര ഭംഗിയായിട്ടാണ് വർഗീസ് വെളുപ്പിച്ചത്. മുൻപൊരിക്കൽ ജോസഫിൻ്റെ വീട്ടിൽ തേങ്ങ പൊതിച്ചു കൊടുക്കാൻ പോയ ദിവസം ഫിലിപ്പിന് അസുഖം കൂടി അവിടെ കെട്ടിയിട്ട് ആടിൻ്റെ അറുത്തത് ഞെട്ടലോടെയാണ് കോശി ഓർത്തത്. ജോസഫിൻ്റെ കുടുംബമായിട്ടൊരു ബന്ധം കിട്ടുകയാണെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ജോസഫ് വിചാരിച്ച ആ ചെറുതിൻ്റെ ഓപ്പറേഷൻ മാത്രമല്ല, പഠിത്തവും കെട്ടിക്കൊടുക്കലും വരെ നടത്തിത്തരും. വർഗീസ് പറഞ്ഞുകൊണ്ടേ നിന്നു. കോശി അയാളോട് തർക്കിക്കാതെ തലകുനിച്ചു നിന്നു. അതല്ലെങ്കിലും ആ പാവം മനുഷ്യൻ അങ്ങനെ ശീലിച്ചിട്ടുള്ളൂ. നീ എന്നാ നോക്കിക്കൊണ്ട് നിൽക്കുക കോശി? സമയം വൈകി കൊച്ചിനെന്നേലും പറ്റിയ ചികിത്സ കിട്ടാതെ കൊച്ചെങ്ങാനും മരിച്ച? വർഗീസേ! ആ വിളി വളരെ ഉച്ചത്തിലായിരുന്നു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി എല്ലാം നിങ്ങളുടെ ഇഷ്ടം. മുഷിപ്പോടെ മുഖം വീർപ്പിച്ചു കാലൊന്ന് നിലത്ത് വലിച്ചു വർഗീസ് പോയി. നനവിൽ കുതിർന്നു മിഴിനീരായി മാറിയ തുള്ളി വിടർത്തി നിർത്തിയ കണ്ണിലൂടെ ഒലിച്ചിറങ്ങി. കോശി വരുന്നത് ദൂരെ നിന്ന് തന്നെ ത്രേസ്യ കണ്ടിരുന്നു. അവർ വേഗം അടുക്കളയിലേക്ക് ഓടി ചൂടുള്ള കഞ്ഞിവെള്ളം മൊന്തയിലേക്ക് ഒഴിച്ചു. പരവേശത്തോടെ തിണ്ണയിൽ വന്നിരിക്കുന്ന ഭർത്താവിനെ കൊണ്ടുപോയി നീട്ടി. അയാളത് വാങ്ങാതെ തല കുമ്പിട്ട് അങ്ങനെ ഇരുന്നു. ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ മറ്റേ കുഞ്ഞിനെ ബലി കൊടുക്കണം. നിസ്സഹായതയിൽ അയാളുടെ ഉള്ളം പിടഞ്ഞു. എന്നാ പറ്റി നിങ്ങൾക്ക്? മുഖമൊക്കെ വല്ലാണ്ടായിട്ടുണ്ടല്ലോ. ത്രേസ്യക്ക് ആദി കയറി. അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നാൽ പാടെ ഇരിക്കാൻ പോലും നിൽക്കാതെ ഒരു മൊന്ത ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം കുടിക്കുന്നതാ. കുഞ്ഞുമോളെക്കുറിച്ചുള്ള ദുഃഖമാകും. അവർ ഒരു നിമിഷം ചിന്തിച്ചു. ഭാര്യ നിർബന്ധിച്ച് ചോദിച്ചതും കോശി വഴിയിൽ കണ്ട വർഗീസ് പറഞ്ഞതൊക്കെ വിശദീകരിച്ചു. പാവങ്ങളാന്ന് വെച്ച് എന്തും പറയാമെന്നാണോ? നെഞ്ചിൽ കൈവച്ചു ത്രേസ്യ തേങ്ങലോടെ ആ തിണ്ണയിലേക്ക് ചാരിയിരുന്നു. അതൊക്കെ വിട്, കൊച്ചിന് മരുന്ന് കൊടുത്തോ? കോശി കാലിൽ വലിച്ചു കെട്ടിയ റബ്ബർ ബൂട്ട് ഊരിയെടുത്തു. കുറച്ച് കഞ്ഞിയും മരുന്നും കുടിച്ച് ഇപ്പോൾ ഒന്ന് മയങ്ങിയതാ കൊച്ച്. ത്രേസ്യ നീനു കിടക്കുന്ന മുറിയിലേക്കൊന്ന് എത്തി നോക്കി. ഈ മരുന്ന് കൊടുത്ത് എത്ര നാൾ നമ്മൾ കൊണ്ടു നടക്കും? അടുത്ത തവണ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ എന്ത് പരിഹാരം പറയും? ത്രേസ്യ മിഴികൾ മുകളിലേക്ക് ഉയർത്തി ആവലാതിയോടെ ഇരുന്നു. നീ വിഷമിക്കാതെ, എല്ലാത്തിനും നമുക്ക് മുമ്പിലൊരു വഴി കാണും. കോശി അവരുടെ കരങ്ങൾ എത്തിപ്പിടിച്ച് സമാധാനിപ്പിച്ചു. അകത്തിരിക്കുന്ന ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ത്രേസ്യ അതെടുക്കാൻ പോയി.
കോശി ആ മൊന്ത ഉയർത്തിപ്പിടിച്ചു കഞ്ഞിവെള്ളം കുടിച്ചു. കൊച്ചാണല്ലോ ഇച്ചായ. ഫോണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ട്രേസ്യ കോശിയുടെ അടുത്തിരുന്നു. എടുക്കങ്ങോട്ട്. കോശിക്ക് ആദ്യമായി. ഈ നേരത്തുള്ള ഫോൺ വിളികൾ ആദ്യമായാണ്. എന്താ കൊച്ചേ, ഇനി കോളേജിൽ പോയില്ലയോ? ട്രേസ്യ ഫോൺ എടുത്തപാടെ കോശിയെ നോക്കിക്കൊണ്ട് തിരക്കി. ഇല്ല അമ്മച്ചി, തലവേദന, അപ്പം ലീവ് എടുത്തു. അയ്യോ, ഡോക്ടറെ കാണായിരുന്നില്ലേ? കുഴപ്പമില്ല, ഞാനൊരു ഗുളിക തിന്നു. അമ്മച്ചി കുഞ്ഞുമോളുടെ സർജറിക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നോക്കിക്കോളൂ. നമുക്കത് വേഗം നടത്തണം. ഇടറി അടഞ്ഞു പോയ ശബ്ദം നേരെയാക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. എൻ്റെ കൊച്ച് എന്തൊക്കെയായി പറയുന്നത്? കുഞ്ഞുമോളുടെ സർജറി നടത്താൻ അപ്പച്ചനും അമ്മച്ചിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? അത്രയും പണം എവിടുന്നാ നമുക്ക്? പള്ളിയിൽ അച്ഛനോട് പറഞ്ഞ് പിരിവ് നടത്തിയാലോ എന്ന് ആലോചിക്കാം. ട്രേസ്യ ഈറനണിഞ്ഞ മിഴികൾ സാരി തലപ്പ് കൊണ്ട് തുടച്ചു. അതൊന്നും വേണ്ട അമ്മച്ചി, പണം എൻ്റെ കയ്യിലുണ്ട്. ജനാലക്കമ്പിയിൽ പിടിച്ചു നിന്നവൾ തിരിഞ്ഞു നോക്കിയതും കണ്ടത് അവളെ നോക്കി ആശ്ചര്യത്തോടെ നിൽക്കുന്ന സൂസനെയാണ്. മോളെ കയ്യിലോ? എന്തൊക്കെയാ കൊച്ചേ ഈ പറയുന്നേ? ഇത്രയും വലിയ തുക? ട്രേസ്യ ആദ്യം നിറഞ്ഞ ശബ്ദം ഫോണിലൂടെ പുറത്തേക്കും കേൾക്കാം. സൂസൻ ചേച്ചിക്ക് പരിചയമുള്ള ഒരാളുണ്ട്. നിറയെ സമ്പാദ്യമുള്ള ആളാ. പാവങ്ങളൊക്കെ സഹായിക്കുന്ന നല്ല മനസ്സുള്ള ആളാ. നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ പണം തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞു. നയന മിഴി പോലും വെട്ടാതെ സൂസനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഒപ്പിച്ചു. എൻ്റെ ഈശോയെ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? ഉള്ളത് തന്നെയാണോ കൊച്ചേ? അവരുടെ കരച്ചിൽ ചീളുകൾ അടങ്ങിയ സ്വരം പുറത്തേക്ക് വന്നു. നാളെ തന്നെ അമ്മച്ചിയും അപ്പച്ചനും കുഞ്ഞുമോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളും. അവിടുത്തെ വിവരങ്ങൾ എന്നെ അറിയിക്കണം. പറഞ്ഞു മുഴുമിപ്പിച്ചതും ഫോൺ കട്ട് ചെയ്തതും നയനയാണ്. ലോകപരിചയമില്ലാത്ത നിഷ്കളങ്കരായ ആ മനുഷ്യരെ ആർക്കും എളുപ്പത്തിൽ പറഞ്ഞു വിശ്വസിപ്പിക്കാം. അവർക്ക് സ്വന്തം മക്കൾ പറയുന്നതെല്ലാം നേരാണ്. കാലങ്ങളായി മനസ്സിൽ വേദനയായി കൊണ്ടു നടന്ന ഒരു പ്രശ്നത്തിന് എത്ര പെട്ടെന്നാണ് ഒരു പരിഹാരം ഉണ്ടായത്. നല്ല കുട്ടി. സൂസൻ അവളുടെ തടയിൽ തൊട്ട് നെഞ്ചോട് ചേർത്തു. സൂസൻ്റെ ചൊടിയിൽ വിരിഞ്ഞ നിഗൂഢമായ മന്ദഹാസം അവൾ തിരിച്ചറിഞ്ഞില്ല. ഇന്നലെ വൈകുന്നേരം നയന ഫ്ലാറ്റിലേക്ക് കയറി വന്നിട്ട് ഇന്നേ വരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അർജുനാണ് അവളെ അവിടെ കൊണ്ട് വിട്ടതെന്ന് അവൻ പറഞ്ഞാണ് സൂസൻ അറിഞ്ഞത്. നിന്റെ കാന്തിക സുന്ദരിയെ എന്നിലേക്ക് ആവാഹിക്കാനുള്ള മന്ത്രണമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആശയക്കുഴപ്പം തിളച്ചു മറിയുന്ന അവളുടെ ഹൃദയത്തിലേക്ക് നീ കൂടെ അല്പം വിവേകം ചൊരിഞ്ഞാൽ സംഗതി ക്ലീൻ. നയനയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കേ സൂസൻ്റെ കാതോരം അർജുൻ പറഞ്ഞു വെച്ച വാക്കുകൾ വന്നണഞ്ഞു. പക്ഷേ ഒരു ബോധ്യപ്പെടുത്തലിൻ്റെയും ആവശ്യങ്ങളില്ലാതെ നയന അവളുടെ ഇനിയുള്ള വഴി തിരഞ്ഞെടുത്തിരിക്കുന്നു. 2 ദിവസം കോളേജിൽ പോകാതെ മുറിയിൽ തന്നെ ചടഞ്ഞു കിടന്നെങ്കിലും 3-ാം ദിവസം സൂസൻ അവളെ നിർബന്ധിച്ച് കോളേജിൽ കൊണ്ടുപോയി. ഫ്രീ ആയിട്ട് കിട്ടിയ സീറ്റാണെന്ന് കരുതി പഠനത്തിൽ ഉഴപ്പരുത്. ഒന്നുമില്ലെങ്കിൽ നിന്റെ ഫീസ് അടക്കുന്ന ആ മുഖമില്ലാത്ത സ്പോൺസർക്ക് വേണ്ടിയെങ്കിലും നീ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അവളുടെ മുടിയൊക്കെ ചീകിക്കൊടുത്തു സൂസൻ. റിമയും നേഹയും ഒളിച്ചും പാത്തും സൂസൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അർജുനെയും നയനയെയും ബന്ധിപ്പിക്കുന്ന എന്തോ ഗൂഢാലോചനകൾ അണിയറയിൽ നടക്കുന്നുണ്ടെന്ന് വ്യക്തം. അതെന്താണെന്ന് അവൾക്ക് ഉറപ്പില്ല. നയനയെ ഒന്ന് കുടഞ്ഞാൽ രഹസ്യങ്ങൾ മണിമണിയായി പുറത്തു വരും. പക്ഷെ അതിന് നയനയെ തനിച്ച് കിട്ടണം. സൂസൻ ഏത് നേരവും അട്ട ഒട്ടിയതുപോലെ അവളുടെ പിറകെ തന്നെയുണ്ട്. നയന ഒരു യന്ത്രം പോലെ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ കോളേജ് വരാന്തയിലൂടെ നടന്ന് ക്ലാസ് മുറിയിൽ പ്രവേശിച്ചു. നയനയുടെ ശരീരം മാത്രമാണ് ക്ലാസ്സിലുണ്ടായിരുന്നത്. അവളുടെ മനസ്സപ്പോഴും മറ്റൊരു ലോകത്ത് അലയുകയായിരുന്നു. അതിനാൽ ക്ലാസ് മുറിയിലെ ശബ്ദങ്ങൾ അവളുടെ കാതിൽ പതിഞ്ഞതേയില്ല. റിമയും നേഹയും അവളെ തനിച്ച് കിട്ടാനുള്ള അവസരത്തിനായി കാത്തിരുന്നു. ഇതിനിടയിൽ കുഞ്ഞുമോളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എന്തൊക്കെയോ ടെസ്റ്റുകൾക്ക് ശേഷം സർജറിക്കുള്ള ദിവസം അറിയിച്ചു. അർജുൻ്റെ കമ്പനി അയച്ചു കൊടുത്ത പൈസ ട്രേസ്യയുടെ അക്കൗണ്ടിൽ വന്നു. അധികം താമസം കൂടാതെ കുഞ്ഞുമോളുടെ സർജറി വിജയകരമായി നടന്നു. അതങ്ങനെയാണ്. പണമുണ്ടെങ്കിൽ ഒന്നിനും തെല്ലും അമാന്തമുണ്ടാകില്ല. ചേച്ചി, എനിക്ക് കുഞ്ഞുമോളെ ഒന്ന് കാണണം. ഞാൻ നാട്ടിൽ പോയിക്കോട്ടെ. കുഞ്ഞുമോളുടെ സർജറി കഴിഞ്ഞ വാർത്ത അറിഞ്ഞതും നയന സൂസനോട് കെഞ്ചി. നയന, നീ ഇപ്പോൾ അർജുൻ വിലക്കെടുത്തവളാണ്.
അവൻ്റെ സമ്മതമില്ലാതെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അധീരയായവൾ അർജുനെ ഭയന്ന് തിരികെ വരാതിരിക്കുമോ, അതോ നടന്നതെല്ലാം വീട്ടുകാരോട് തുറന്നു പറയുമോ എന്ന ആശങ്ക സൂസനെ അലട്ടിക്കൊണ്ടിരുന്നു. അർജുൻ്റെ പേര് കേൾക്കുമ്പോഴേ ഭയന്ന് വിറക്കുന്നവൾ അവനോട് സംസാരിച്ചു നാട്ടിലേക്ക് പോകാനുള്ള അനുവാദം ചോദിക്കില്ലെന്ന് സൂസൻ അറിയാം. സൂസൻ്റെ സ്കൂട്ടറിൻ്റെ പിറകിൽ ഇരിക്കുമ്പോഴും നയനയുടെ മനസ്സ് അപ്പൂപ്പൻ താടി പോലെ പറന്നു നടന്നു. എന്തിന് ഏതിനെന്നില്ലാതെ ഒരു ജീവിതം, അവസാനം എവിടേക്കാണെന്നറിയാത്തൊരു വഴി. സ്വപ്നങ്ങളിൽ പോലും ഒരു പുരുഷൻ്റെ കൂടെയുള്ള ജീവിതം കാണാതിരുന്ന അവൾക്ക് തികച്ചും അപരിചിതനായ ഒരാളോടൊപ്പം ഒരുമിച്ച് കഴിയാൻ പോകുന്നു. അവൻ തന്നെ എന്തൊക്കെ ചെയ്യുമെന്ന് പോലും അറിയില്ല. സ്നേഹിക്കുമോ, ഉപദ്രവിക്കുമോ, താനൊരു വിഡ്ഢിയാവുകയാണോ? പുഞ്ചിരിക്കുന്ന കുഞ്ഞുമോളുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു. സ്കൂട്ടി ഒരു ഭാഗത്ത് നിർത്തി നയനയുടെ കൈ പിടിച്ചു സൂസൻ റോഡിൻ്റെ ഫുട്പാത്തിലൂടെ നടന്നു. അവളുടെ ഉള്ളം കൈ തീച്ചൂള പോലെ വെന്തുരുകുന്നുവെന്ന് സൂസന് തോന്നി. തിങ്ങിക്കൂടിയ ആളുകൾക്ക് പോകാൻ നിർത്തിയിട്ട വാഹനങ്ങൾക്കിടയിലൂടെ റോഡ് മുറിച്ച് കടന്നു. ഒരു അറവ് മാടിനെ പോലെ നയന സൂസൻ പിടിച്ച അവളുടെ വലത് കരം നോക്കി അനുസരണയോടെ നടന്നു. സൂസൻ്റെ ഉള്ളം പിടഞ്ഞു. താൻ കാരണമല്ല, നയനയുടെ ജീവിത പ്രാരാബ്ധമാണ് അവളെ ഈ കഴുകന് മുന്നിൽ കീഴടക്കിയതെന്ന് അവൾ ആശ്വസിച്ചു. ടൗണിൻ്റെ കണ്ണായ ഭാഗത്ത് തല ഉയർത്തി നിൽക്കുന്ന കൂറ്റൻ കെട്ടിടത്തിലേക്ക് ഇരുവരും മിഴി ഉയർത്തി നോക്കി. പിന്നെ ഒന്നും ഉരിയാടാതെ പരസ്പരം ഒന്ന് നോക്കി. ബ്ലാക്ക് ടൈൽ ഒട്ടിച്ചു വെച്ച ആ കെട്ടിടം വെയിലിൽ തിളങ്ങി. അതോടൊപ്പം അറോഷ് എന്നെഴുതിയതും അതിൻ്റെ എംബ്ലവും തിളങ്ങുന്നുണ്ട്. നയനയ്ക്ക് പക്ഷേ ആ മനോഹാരിത ഇരുണ്ട മറ പോലെ തോന്നിച്ചു. നീ ചെല്ല്. കെട്ടിടത്തിൻ്റെ മെയിൻ ഗേറ്റിന് മുമ്പിൽ നിൽക്കുന്ന സെക്യൂരിറ്റിയെ നോക്കിക്കൊണ്ട് സൂസൻ അവളോട് പറഞ്ഞു. ചേച്ചിയും കൂടെ വരണേ. നയന അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു ആ മിഴികളിലേക്ക് ദയനീയതയോടെ നോക്കി. എൻ്റെ റോൾ ഇവിടെ അവസാനിച്ചു. ഇനി ഞാൻ വന്നത് അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അന്ന് കാണിച്ച പോലെ വല്ലക്കോനിഷ്ടവും ഒപ്പിക്കും അവൻ. അല്ലെങ്കിലും ഇനി നീ ഒറ്റക്കാണ് കുട്ടി. തല ഉയർത്തി മുന്നേറേണ്ടതും തനിച്ച് തന്നെ. നയനയുടെ മിഴികൾ പിടഞ്ഞു. ഹൃദയം വിങ്ങി ഏങ്ങലുകൾ പുറത്തു വന്നു. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഒരു പെൺകുട്ടിയാണെന്നുള്ള പരിഗണന തന്നില്ലെങ്കിലും ഒരു മനുഷ്യനാണെന്നും അവർക്ക് വേദനിക്കുന്ന മനസ്സും ശരീരവുമുണ്ടെന്നെങ്കിലും അവൻ ഓർക്കാൻ നീ പ്രാർത്ഥിക്ക്. നീ കുഞ്ഞുമോളെ ഓർക്ക്. സർജറിക്കുള്ള പണമേ അവൻ തന്നിട്ടുള്ളൂ. അവൻ വാഗ്ദാനം നൽകിയ പണം ഇനിയും കിട്ടാനുണ്ടെന്ന ഓർമ്മ വേണം. സൂസൻ അവളുടെ ചുമലിൽ മുറുകെ പിടിച്ചു പതുക്കെ പറഞ്ഞു. എന്നാൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്തുകൊണ്ടാകുമെന്ന് ഒരു നിശ്ചയവുമില്ല. സൂസൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സംശയം നുരഞ്ഞു പൊങ്ങി. തുടരും. കഥ ഇഷ്ടമാകുന്നുണ്ടോ? കഥ വായിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുണ്ടായ കുഞ്ഞു 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 ശബ്ദങ്ങളുണ്ടായിട്ടുണ്ട്. ഞാനതിന് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. പിള്ളേരുണ്ട്, പിള്ളേരുടെ ബഹളമാണ്. നയന ഞാൻ ഇപ്പോഴാണ് റെക്കോർഡ് ചെയ്യുന്നത്. മുന്നേ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പം ടെൻഷൻ അടിച്ചു. ഇന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ എന്ന് ഭയന്നു. ഭാഗ്യം, എന്തായാലും ഇത്രയെങ്കിലും വോയിസ് അയക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. നയനയുടെ അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വരാം. താങ്ക് യു.